പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയാകുമോ? ജയരാജന്മാരെ രംഗത്തിറക്കി സി.പി.എം. തളിപ്പറമ്പിലെ പ്രതിഷേധം തണുപ്പിക്കാനും ജയം ഉറപ്പിക്കാനും ജില്ലയിലെ മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സി.പി.എം. എം.വി. ജയരാജൻ, പി. ജയരാജൻ എന്നിവർക്കാണ് തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും പി.കെ. ശ്യാമള നിശബ്ദ പ്രചാരണവും ആരംഭിച്ചു. വ്യക്തികളെ നേരിൽ കണ്ടാണ് പ്രചാരണം നടത്തുന്നത്. പ്രഖ്യാപനം വരുന്നതിന് മുൻപ് പ്രചാരണം തുടങ്ങിയത് പ്രതിഷേധം തണുപ്പിക്കാനാണെന്നാണ് കരുതുന്നത്. സി.പി.എം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പിൻഗാമിയായി ഭാര്യയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ പി.കെ. ശ്യാമള മത്സരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽ വലിയ ജാഗ്രതയാണ് സി.പി.എം. പുലർത്തുന്നത്. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കളെ തന്നെ തളിപ്പറമ്പിൽ നിയോഗിച്ചത്. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം കുടുംബാധിപത്യമാണെന്ന് വിമർശനമുയർന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉടലെടുക്കുകയും അത് പാർട്ടി യോഗങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്തു. പി.കെ. ശ്യാമളയെ മാറ്റണമെന്ന ആവശ്യമുയർന്നെങ്കിലും തീരുമാനത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ്. സി.പി.എമ്മിന്റെ കുത്തക മണ്ഡലമായ തളിപ്പറമ്പിൽ തുടർജയം ഉറപ്പാണെന്ന് സി.പി.എം. നേതൃത്വം കരുതുന്നുണ്ടെങ്കിലും അടിയൊഴുക്കുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പി. ജയരാജനെയും എം.വി. ജയരാജനെയും പാർട്ടി ഇവിടെ ചുമതലപ്പെടുത്തിയത്. ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ ശ്യാമളയെ തള്ളിപ്പറയുന്ന നിലപാടായിരുന്നു പി. ജയരാജൻ സ്വീകരിച്ചത്. ധർമ്മശാലയിൽ നടത്തിയ യോഗത്തിലാണ് ശ്യാമളയ്ക്ക് വീഴ്ച പറ്റിയത് പി. ജയരാജൻ പരസ്യമായി പ്രഖ്യാപിച്ചത്. എന്നാൽ പാർട്ടി ജയരാജന്റെ നിലപാട് തള്ളുകയും ഉദ്യോഗസ്ഥരാണ് കാരണക്കാരെന്ന് പറയുകയുമായിരുന്നു. തളിപ്പറമ്പിൽ ഉൾപ്പെടെ പി. ജയരാജന് അണികൾക്കിടയിലുള്ള സ്വാധീനം കണക്കിലെടുത്താണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. പയ്യന്നൂരിൽ വി. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ ഫണ്ട് വിവാദം ആരംഭിച്ചപ്പോഴും പി. ജയരാജനാണ് എത്തിയത്. കുഞ്ഞികൃഷ്ണനെയും വിഘടിച്ചു നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെയും കണ്ട ജയരാജൻ അനുനയ നീക്കം നടത്തിയിരുന്നു. തളിപ്പറമ്പിലും വിഘടിച്ചു നിൽക്കുന്ന പ്രവർത്തകരെ ഒന്നിപ്പിക്കുന്നതിനുള്ള ലക്ഷ്യത്തോടെയാണ് പി. ജയരാജനെ മുന്നിൽ നിർത്തുന്നത്. കാസർഗോഡ് ജില്ലയുടെ ചുമതലയ്ക്ക് പുറമെയാണ് എം.വി. ജയരാജന് തളിപ്പറമ്പിന്റെ അധിക ചുമതല കൂടി നൽകുന്നത്. സാധാരണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് മണ്ഡലത്തിന്റെ ചുമതല നൽകാറില്ല. പി. ജയരാജനെ മാത്രം മണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിച്ചാൽ പ്രചാരണങ്ങൾ പാർട്ടിയുടെ കയ്യിൽ നിൽക്കുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ടാണ് എം.വി. ജയരാജന് അധിക ചുമതല നൽകിയതെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം കെ. ശൈലജ മത്സരിക്കുന്ന പേരാവൂരാണ് പാർട്ടി കേന്ദ്രീകരിക്കുന്ന മറ്റൊരു മണ്ഡലം. കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫാണ് പേരാവൂരിൽ മത്സരിക്കുന്നത്. യു.ഡി.എഫിന് മേൽക്കൈയുള്ള ഇവിടെ പാർട്ടിയുടെ നിർബന്ധപ്രകാരമാണ് ശൈലജ മത്സരത്തിനിറങ്ങുന്നത്. ജില്ലാ സെക്രട്ടറി കെ. രാഗേഷിനും സംസ്ഥാന സമിതി അംഗം വത്സൻ ബനോളിക്കുമാണ് ഇവിടെ ചുമതല.